നേരത്തെ സൂം മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തുമ്പോഴാണ് പരിചയപ്പെട്ടത്. പിന്നെ ഇടയ്ക്കൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം ഈ വാത്സല്യ സഭയിലേക്ക് കടന്നു വരുവാൻ അദ്ദേഹം എനിക്ക് അനുവാദം തന്ന് ഇവിടേക്ക് വിളിച്ചു. ഹൃദയംഗമായ എൻ്റെ നന്ദി ഞാൻ കർത്താവിൻ്റെ ദാസനോടും വാത്സല്യ സഭയോടും ആദ്യമായിട്ട് അറിയിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഈ ഉത്തം നഗറിൻ്റെ പ്രദേശത്ത് വളരെ നീണ്ട നാളുണ്ടായിരുന്നു. 91 മുതലുള്ളതായ കാലങ്ങളിൽ 91 ഞാൻ യാക്കോബ പശ്ചാത്തലത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട് പെന്തിക്കോസ്ത് അനുഭവത്തിൽ വന്നത്. അന്ന് ഞാൻ ജയ്പൂരിൽ രാജസ്ഥാൻ്റെ തലസ്ഥാനം ജയ്പൂരിൽ അവിടെ യാക്കോബ പള്ളിയിൽ ഒരു ശുശ്രൂഷകനായി കപ്പിയാരായിട്ടൊക്കെ സേവനം ചെയ്തു വരവെയാണ് ഈ വലിയ സത്യം എൻ്റെ ജീവിതത്തിൽ സമ്മർദ്ദം ചെലുത്തിയത്. ഞാൻ പി ജി വർഗീസ് അങ്കിള് എഴുതിയ ഹിമാലയ സാനുക്കളിൽ ക്രിസ്തുവിന് വേണ്ടി എന്നുള്ള പുസ്തകവും ഇതാ നിങ്ങൾക്ക് സമാധാനം, ഒരു ആൻറ്റിയുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പി ജി വർഗീസ് അങ്കിളിനെ പറ്റി ഒരു ആൻറ്റി സംസാരിച്ചു. ഹിമാലയ സാനുക്കളിൽ ക്രിസ്തുവിന് വേണ്ടി ഇതാ നിങ്ങൾക്ക് സമാധാനം എന്നൊക്കെയുള്ള അദ്ദേഹം പുസ്തകം എഴുതിയത് എനിക്ക് വലിയ വായനശീലമൊന്നുമില്ലായിരുന്നു. എങ്കിലും ആ പുസ്തകത്തിൻ്റെ ഹെഡിങ് തന്നെ എന്നെ അത് വായിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. അത് വായിച്ചപ്പോൾ അത് വീണ്ടും മുഴുവനായി വായിച്ചു തീർക്കാനുള്ള പ്രേരണ അതിലെഴുതിയിരിക്കുന്ന വാക്കുകൾക്കുണ്ടായിരുന്നു. ഞാൻ പിന്നീട് പലരോടും ഞാൻ പറഞ്ഞപ്പം ആ പുസ്തകങ്ങൾക്കൊന്നും അത്ര വലിയ നിലവാരമില്ലെന്നൊക്കെ എന്നോട് പലരും പറഞ്ഞെങ്കിലും എനിക്ക് ആ പുസ്തകങ്ങളൊക്കെ വളരെ നിലവാരമുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വളരെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് പി ജി വർഗീസ് അങ്കിള് ഹിമാലയ സാനുക്കളിൽ ക്രിസ്തുവിന് വേണ്ടിയുള്ള ആ പുസ്തകത്തിൽ അദ്ദേഹം യാക്കോബ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന ആളാണ്, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ്. ആ പുസ്തകമൊക്കെ എന്നെ വളരെ സ്വാധീനിച്ചെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്നു. എനിക്ക് ഒരു പനിയുടെ അസുഖം വന്ന് അത് പിന്നീട് ടൈഫോയിഡായിട്ട് മാറിയിട്ട് അത് ഗുരുതരമായ രീതിയിൽ ഞാൻ അബോധാവസ്ഥയിലായി. ആശുപത്രിയിൽ കൊണ്ടുചെന്നപ്പോൾ അവിടെ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പിതാവിൻ്റെ നിർബന്ധപൂർവം, പിതാവ് വിചാരിച്ചത് ഞാൻ ലോകത്തിൽ നിന്ന് കടന്നുപോയി എന്നാണ്. പിതാവിൻ്റെ നിർബന്ധപൂർവം അവരവിടെ ഒരു മരുന്ന് പ്രയോഗിച്ചു പരീക്ഷണാർത്ഥം. ആ മരുന്നിൽ കൂടെ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടുകയും ബോധാവസ്ഥയിലായിരുന്നപ്പോൾ എനിക്ക് വലിയ വെപ്രാളമായിരുന്നു. അപ്പോഴാണ് ദൈവമേ, എൻ്റെ ജീവിതം എനിക്ക് തിരികെ നൽകിയാൽ ശേഷിച്ച സമയങ്ങൾ ഞാൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കും എന്ന് ദൈവസന്നിധി തീരുമാനമെടുക്കുകയും തുടർന്ന് പാസ്റ്റർ മാത്യുവിൻ്റെ ടീം അംഗങ്ങൾ അവിടെ ജയ്പൂരിൽ പ്രവർത്തിക്കവേ ഞങ്ങളുടെ ആ വീടിന് തൊട്ടടുക്കൽ കൂടെ കടന്നു പോയപ്പോൾ അവരെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. ആ കൂടിക്കാഴ്ചയിലാണ് ഞാൻ പിന്നീട് ഡൽഹിയിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ പാസ്റ്റർ മാത്യുമനാണ് എന്നെ ഇവിടെയുള്ള ഒരു ശാദരയ്ക്കടുത്തുള്ള ഒരു നദിയിൽ എന്നെ സ്നാനപ്പെടുത്തിയത്. തുടർന്ന് വളരെ നാളുകളായി ഞാൻ വികാസ്പുരിയുടെ ഈ പ്രദേശത്തും ഞങ്ങളുടെ ഓഫീസുണ്ടായിരുന്നു. അസ്താലിലെ വളരെ 3-4 വർഷത്തോളം അവിടെ ടീം പ്രവർത്തനമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു. ഇവിടെ സുപരിചിതനായിരുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ബിജു പടവത്ത്, അദ്ദേഹം ഒരു വർഷിപ്പ് ലീഡറൊക്കെയാണ്. അദ്ദേഹമൊക്കെ ഞങ്ങൾ സഹപാഠികളാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഉത്തം നഗറിൻ്റെ പ്രദേശങ്ങളിലൊക്കെ പരസ്യയോഗങ്ങളും, അന്നത്തെ കാലത്തൊക്കെ പരസ്യയോഗമൊക്കെ നടത്താമായിരുന്നു. ഇന്നത് പറ്റത്തില്ലാത്ത, ട്രാക്റ്റ് പോലും കൊടുക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ ഇവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ മാർക്കറ്റിലൊക്കെ ഇവിടെ ഉത്തം നഗറിലൊക്കെ ആയിരുന്നു കൂടുതലും വരുന്നത്. ബസ് കയറുന്ന ഇവിടുന്ന് ഈ ബസ് സ്റ്റാൻഡിൽ വന്നായിരുന്നു ബസ് കയറി പോകുന്നത്. അപ്പം ഈ അസ്താലിൽ നിന്ന് ഒരു ഷോർട്ട് കട്ട് വഴി ഇങ്ങോട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേരി പ്രദേശത്തിൻ്റെ ഒരു സൈഡ് വഴി വരമ്പത്തൂടെ നടന്ന് ഒക്കെ വരുന്നത് ഞാൻ ഇന്നും ഓർക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഉത്തം നഗറിലേക്ക് വന്നപ്പോഴേ ഇതേത് സ്ഥലമാണെന്നൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. എല്ലാം മാറി മറിഞ്ഞു. ഒന്നും പിടികിട്ടാത്ത രീതിയിലേക്ക് ഭൂഘടന തന്നെ മാറി. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ വിലയേറിയ ദാസനോടും സഭയോടുമുള്ള എൻ്റെ
നന്ദി അറിയിക്കുന്നു. ഞാൻ അതിനുശേഷം ഞാൻ സാക്ഷ്യത്തിൽ നിന്ന് അല്പം പറയണമെന്ന് ദൈവദാസൻ പറഞ്ഞെങ്കിലും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ദൈവം എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അതിനുശേഷം പിന്മാറി യാക്കോബ അനുഭവത്തിലേക്കൊക്കെ വീണ്ടും പോവുകയും ലോകത്തിൻ്റെ അനുഭവങ്ങളെ തേടി പോവുകയും പിന്നീട് ഞാൻ വളരെ ഗുരുതരമായ രീതിയിൽ രോഗത്താൽ ബാധിക്കപ്പെട്ട് കിടപ്പിലാവുകയും എനിക്ക് പ്രോസ്റ്റേറ്റിൽ ഒരു വളർച്ച ഉണ്ടായത് ഏതാണ്ട് 90% അത് ക്യാൻസറായി പോകേണ്ടതായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ദൈവം തന്ന വിടുതലാണ് വീണ്ടും ഞാൻ ഈ പുസ്തകം കരങ്ങളിലേക്ക് എടുത്ത് ശുശ്രൂഷയിലായിരിക്കുന്നത്. ദൈവം അനുവാദം തന്നാൽ പിന്നീട് നമുക്ക് സാക്ഷ്യം പറയാൻ തുടങ്ങിയാൽ അത് ഈ പറഞ്ഞ സമയപരിധിയിൽ നിർത്താൻ പറ്റാത്തത് കാരണം കൊണ്ടും ഞാൻ ശുശ്രൂഷയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. വചന ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ വിലയേറിയ ദാസന് പാഷൻ്റെ പേര് ഞാൻ മറന്നു. ബെൻസി അല്ലേ, ബെൻസി സി ഡാനിയൽ. സ്തോത്രം. അദ്ദേഹം എൻ്റെ സ്വന്തം നാട്ടുകാരനാണ്. റാന്നിയിലാണ്, ഇട്ടിയപ്പാറയാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇട്ടിയപ്പാറ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എൻ്റെ കുടുംബങ്ങളൊക്കെ ഇട്ടിയപ്പാറയിലും ചുറ്റുപാടുമായിട്ടുണ്ട്. റാന്നിയിൽ ഞങ്ങൾക്ക് പല കുടുംബങ്ങളുണ്ട്. ഞാൻ റാന്നിയിൽ ഇട്ടിയപ്പാറയുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സഭയിൽ പലതവണ കടന്നുപോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിൻസ് വാഷിൻ്റെ, റാന്നിയിലുള്ള പ്രിൻസ് വാഷിൻ്റെ സഭയിൽ കടന്നു പോവുകയും അതുപോലെ ചത്തോങ്കര നമ്മുടെ പി സി ചെറിയാൻ പാഷൻ്റെ സഭയിലൊക്കെ നാട്ടിലൊക്കെ പോകുമ്പം കടന്നു പോകുന്നതാണ്. എനിക്ക് വളരെ ധൈര്യമായി ഇട്ടിയപ്പാറയിൽ നിന്ന് തന്നെയുള്ള കർത്താവിൻ്റെ ദാസനെ കണ്ടപ്പോൾ സഹോദരി വളരെ മനോഹരമായി ആരാധന വർഷിപ്പ് പാടുന്നത് കേട്ട് വളരെ സന്തോഷമുണ്ടായി. നല്ല ശബ്ദമാണ്. മെയിൽ വോയിസിലൊക്കെ പാടുന്ന നമ്മുടെ ഉഷാ ഉതുപ്പിൻ്റെയൊക്കെ ആ ശബ്ദം, അങ്ങനെയുള്ള ഈ മെലോഡി സൗണ്ടിൽ പാടുന്നതും ഇങ്ങനെയുള്ള ഒരു വളരെ ആരോഗ്യമുള്ള ശബ്ദത്തിൽ ഞാൻ ആ പാട്ട് കേട്ട് കഴിഞ്ഞൊരു സഹോദരിയെ നോക്കുകയായിരുന്നു, ഈ ശരീരത്തിൽ നിന്നാണ് ഈ പാട്ട് വരുന്നതെന്ന്. സ്തോത്രം. അങ്ങനെയുള്ള ആരോഗ്യമുള്ള ഒരു ശബ്ദം കർത്താവിൻ്റെ ദാസിക്ക് ദൈവം കൊടുത്തല്ലോ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി ഹബക്കൂക്കിൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം ശബ്ദം ഉയർത്തി വായിക്കാം. മതി, പ്രാർത്ഥിക്കാം. സ്നേഹവാനും മഹാപരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പ്രഭാത സമയത്തിനായി സ്തോത്രം. ഈ വിശുദ്ധ പകൽക്കാലവടിയങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്നു. അടിയനെ ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കണം. വിരുദ്ധമായി നിൽക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ഉടലകരഘടനപക്ഷ കർത്താവേ, അങ്ങയുടെ വലിയ നാമമടിയിലൂടെ മഹത്വപ്പെടണമേ. ഹല്ലേലൂയ. മുമ്പിലായിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അങ്ങയുടെ ശ്രേഷ്ഠദാസനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാനവമോത്വം കർത്താവിഴുകണം ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വീരശൂര പരാക്രമികളായ അനവധി രാജാക്കന്മാർ ഭരിച്ച് മരിച്ചു മാറി മൺമറഞ്ഞതായ രാജസ്ഥാനിൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ മരിച്ചിട്ടും മൺമറയാതെ മഹോന്നതങ്ങളിൽ മടങ്ങിപ്പോയി തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ വീണ്ടും ചേർക്കുവാൻ കടന്നു വരുവാനിരിക്കുന്ന രാജാക്കന്മാരുടെ രാജാവായ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ സുവിശേഷം രാജസ്ഥാനിലുള്ള വിവിധ ജില്ലകളിൽ മാത്രമല്ല, പഞ്ചാബിലും ഹരിയാനയിലും ഡൽഹിയിലും മഹാരാഷ്ട്രയിലും തുടങ്ങി കേരളത്തിൻ്റെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ളതായ വിവിധ ജില്ലകളിൽ ഇടങ്ങളിൽ കടന്നുപോയി ഈ മഹത്വമേറിയ രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരം തന്നുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രവാചകൻ പറയുകയാണ്, ഞാൻ കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടുവെന്ന് കാണേണ്ടതിന് ദൃഷ്ടി വെക്കും. പ്രിയ ദൈവമക്കളെ, ഈ കൊത്തളം എന്ന് പറയുമ്പോൾ രാജസ്ഥാനിലൊക്കെ ഈ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നതായ സ്ഥലങ്ങളിൽ
കോട്ടമതിലുകളുണ്ട്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാൻ, രാജ്യത്തെ സംരക്ഷിക്കുവാനാണ് ഈ കോട്ടകളുള്ളത്. ഞങ്ങളുടെ ഇവിടെ കോട്ടയിലും ജയ്പൂരിലുമൊക്കെ നിങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. ദൈവദാസനൊക്കെ രാജസ്ഥാനിൽ വന്നിട്ടുള്ളതാണല്ലോ. രാജാക്കന്മാർ പണി കഴിപ്പിച്ചതായിരിക്കുന്ന കോട്ടകളൊക്കെ കാണുവാനായിട്ട് ധാരാളം ആളുകൾ അവിടെ വരാറുണ്ട്. പ്രത്യേകിച്ച് ജയ്പൂർ പട്ടണമൊക്കെ പർവ്വതനിരകൾ ചുറ്റുപാടുമുണ്ട്. ചുറ്റുപാടും ഈ പട്ടണത്തെ ചുറ്റി പർവ്വതങ്ങളുണ്ട്. അതിന് അറാവലി പർവ്വത നിരകൾ രാജസ്ഥാനിലുള്ളതൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അറാവലി പർവ്വത നിരകൾ. ദൈവദാസൻ പറഞ്ഞതുപോലെ തന്നെ പാറക്കെട്ടുകളൊക്കെയുള്ള പലതരത്തിലുള്ള, മാർബിൾ മാത്രമല്ല മറ്റ് പലതരത്തിലുള്ളതായിരിക്കുന്ന മനുഷ്യോപയോഗമുള്ള വീട് നിർമ്മാണത്തിന് വേണ്ടതായ കല്ലുകളൊക്കെ ഉള്ളതായിരിക്കുന്ന, പാറക്കെട്ടുകൾ ഉള്ളതായിരിക്കുന്ന ഈ പർവ്വത നിരകളുണ്ട്. അതിനും ഉയർത്തിയ ഈ രാജാക്കന്മാർ ഈ കോട്ടകൾ പണിതേക്കുന്നത്. പ്രിയമുള്ളവർ, ഈ കോട്ടകൾ കൂടാതെ തൂണിൻ്റെ ആകൃതിയിൽ ഉയർത്തിക്കെട്ടിയതായിരിക്കുന്ന ഒരു നിർമ്മാണമുണ്ട്. ഇത് മീനാറിൻ്റെ രൂപത്തിൽ ഉയർത്തിക്കെട്ടിയതായിരിക്കുന്ന ഒരു സൗധം പോലെ ഉയർത്തിക്കെട്ടിയതായിരിക്കുന്ന ഈ മീനാർ, നമ്മുടെ കുത്തമ്മീനാറൊക്കെ പോലെ തന്നെ നമ്മുടെ മസ്ജിദിൻ്റെയൊക്കെ മുകളിലുള്ളതായിരിക്കുന്ന ഈ മീനാർ പോലെ തന്നെ ഉയർത്തിക്കെട്ടിയതായിരിക്കുന്ന ഒരു നിർമ്മാണ പ്രവൃത്തി. അതിൻ്റെ മുകളിൽ ആ കുറേ ആളുകൾക്ക് കയറി നിൽക്കുവാൻ പാകത്തിന് ഒരു സംവിധാനം ഉണ്ടാകും. അതിന് മുകളിൽ മഴയും വെയിലും ഒക്കെ കൊള്ളാതെ കുടയുടെ ആകൃതിയിൽ ഉരുട്ടിപ്പണിതായിരിക്കുന്ന ഇതിന് ഹിന്ദിയിൽ പറയുന്നതാണ് ഗുമട്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ താജ്മഹലിൻ്റെയൊക്കെ മുകളിലുള്ളതായ ആ ഉരുണ്ട പ്രതലം പോലെ അതിന് ഗുമട്ട് എന്ന് പറയും. അതുകൊണ്ട് ഹിന്ദിയിൽ ഇതിന് പറയുന്നത് मैं गुमट पर चढ़कर ठहरा रहूँगा और ताकता रहूँगा मेरा उलाहना के विषय में मुझे वो क्या कहेगा और मैं उसे क्या उत्तर दूँगा എന്നാണ് ഹിന്ദിയിൽ. അങ്ങനെയാണ്, मैं गुमट के ऊपर चढ़कर ठहरा रहूँगा और ताकता रहूँगा. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഉയർത്തിപ്പണിതായിരിക്കുന്ന ഈ ഒരു സൗധത്തില് കാവൽക്കാര് ശത്രുക്കളെ വീക്ഷിക്കുവാനും രാജ്യത്തുണ്ടാകുന്ന പല കാര്യങ്ങൾ വീക്ഷിക്കുവാനും കാവൽക്കാര് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുമായിരുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഈ ഉയർത്തിക്കെട്ടിയതായ ഈ സൗധം പോലെയുള്ളതായിരിക്കുന്ന ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ അവർ പ്രാർത്ഥനാ ഗോപുരങ്ങളായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ പ്രയർ ടവർ, പ്രാർത്ഥനാ ഗോപുരം. ആ ഇസ്രായേലിൽ നിന്ന് പകർത്തിയതായിരിക്കുന്ന ഒരു പകർപ്പനുസരിച്ചാണ് ഇസ്ലാം മതത്തിൽ ഈ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന മീനാറിൻ്റെ മുകളിൽ, ഇപ്പോഴാണ് മൈക്കൊക്കെയുള്ള, പണ്ട് മുസ്ലിയാർമാർ അതിൻ്റെ മുകളിൽ കയറിയായിരുന്നു ഹജാൻ വിളിക്കുന്നത്, ഉയർത്തി അവർ ദൈവത്തെ വിളിക്കുന്നത്. രാജസ്ഥാനിലുണ്ടായിരുന്ന ഒരു സൂഫി കവി കബീർദാസ് ഇങ്ങനെ പാടിയിട്ടുണ്ട്: कंगर पत्थर जोड़ के मस्जिद लदी चिदाए ताचली मुंडला बांग दे बहरा बहाय खुदाए. ഇത്രേ കല്ലുകൊണ്ടും മണലുകൊണ്ടും കുമ്മായം കൊണ്ടും ഉയർത്തിക്കെട്ടി മസ്ജിദ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കയറി ഉച്ചത്തിൽ വിളിച്ചാൽ നിന്റെ ദൈവമന്ന ചെവി കേൾക്കാത്തവനാണോ? അവൻ ചെവി കേൾക്കാത്തവനാണെങ്കിൽ എത്ര ഉയർത്തി വിളിച്ചാലും അവൻ കേൾക്കാൻ പോകുന്നില്ല എന്ന് കബീർദാസ് പാടിയിട്ടുണ്ട്. അദ്ദേഹം മുസ്ലിമാണെന്നും ഹിന്ദു ആണെന്നും ഒക്കെ പലരും അവകാശപ്പെടുന്നുണ്ട്. ഹിന്ദുക്കളുടെയും രണ്ടുപേരുടെ ഇടയിൽ ഒരു നവോത്ഥാന നായകനായി പ്രവർത്തിച്ച ഒരു കവിയായിരുന്നു കബീർദാസ്. പ്രിയമുള്ളവരെ, ഇവിടെ പറയുകയാണ്, ഞാൻ കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടുവെന്ന് കാണേണ്ടെന്ന് ദൃഷ്ടിവെക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോൾ, പ്രവാചകൻ പറയണം, ദൈവം എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ദൈവത്തിന് ഏത് രീതിയിലാണ് ഉത്തരം ദൈവത്തോട് പറയേണ്ടത് അതറിയാനാണ് പ്രവാചകൻ ദൈവസന്നിധിയിലായിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവം എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ദൈവത്തിനോട് ഞാൻ മറുപടി ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത്. സ്തോത്രം. അല്ലാതെ മക്കള് അമേരിക്ക പോകുന്ന കാര്യമോ അല്ലെ എന്ന് വിസ വരുമെന്നോ ഒന്നും അറിയാനല്ല ഉപവാസം ഓരോരുത്തർ നടത്തുന്നതിൻ്റെ കൂട്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തിലല്ല ദൈവദാസൻ ഈ പ്രവാചകൻ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ദൈവം എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ദൈവത്തോട് ഏത് രീതിയിലാണ് ഉത്തരം പറയേണ്ടത് എന്ന് കാണേണ്ടതിന് ഞാൻ ദൃഷ്ടി വെക്കുമെന്നാണ് പ്രവാചകൻ പറയുന്നത്. പ്രിയമുള്ളവരെ, പ്രവാചകൻ ഇങ്ങനെ പറയുവാൻ അതിൻ്റെ പശ്ചാത്തലത്തിൽ വേറെ ഒരു കാരണമെന്ന് ഞാൻ ചിന്തിക്കുന്നത്, കഴിഞ്ഞതായ നാളുകളിൽ
ദൈവം ചില വ്യക്തികളോട് മനുഷ്യരോട് ഇടപെട്ടപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ച നിലവാരത്തിലല്ല അവർ ഉത്തരം കൊടുത്തത്. മനസ്സിലായോ? ദൈവം അവരോട് ചില കാര്യം ചോദിച്ചു, അതിന് ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഒരു ഉത്തരം ഉണ്ടായിരുന്നു, അതല്ല അവർ കൊടുത്തത്. ദൈവം അവരോട് എന്തോ ചോദിച്ചു, അവര് വേറെന്തോ മറുപടി പറഞ്ഞു. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മതി. യഹോവയാകുന്ന ദൈവം മനുഷ്യനെ വിളിച്ചു ചോദിക്കുകയാണ്, നീ എവിടെ? ഇന്നും ആദാമിനോട് മാത്രമല്ല, ആദാമ വംശത്തിലുള്ള മനുഷ്യ സമൂഹത്തോടെല്ലാം ഈ ചോദ്യം ഇന്നും തുടരുകയാണ്. നീ എവിടെ? നീ എവിടെ എന്നുള്ളതായിരിക്കുന്ന ചോദ്യം മനുഷ്യനോട് ദൈവം ഇന്നും ആ ദൈവശബ്ദം ആവർത്തിക്കപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതിന് ഉത്തരം ആദാം പറയുന്നത്, ഞാൻ നഗ്നനാകൊണ്ട് തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട്. സ്തോത്രം. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചാട്ടെ. ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നാണ് ആദാം പറയുന്നത്. പ്രിയമുള്ളവരെ, ആദാമിനോട് ദൈവം ചോദിച്ച ചോദ്യത്തിന് ദൈവം ഉദ്ദേശിച്ച നിലവാരത്തിലല്ല ഒരു ഉത്തരമായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം കൂടെ വായിക്കണം. ഒന്ന് വായിച്ചാട്ടെ വേഗത്തിൽ. യഹോവയാകുന്ന ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ട് പോയി. ദൈവമാണ് കൂട്ടിക്കൊണ്ട് പോകുന്നെങ്കിൽ നിന്നെ ഒരു സ്ഥലത്താക്കും. ദൈവത്തിന് അതിന് ഉത്തരവാദിത്തമുണ്ട്. മറ്റാരെങ്കിലുമാണ്, വേറൊരു ശക്തിയാണ് നിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നെങ്കിൽ നീ തകർന്നു പോകും. യഹോവയാകുന്ന ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി. വായിച്ചാട്ടെ. കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. അപ്പൊ അവിടെ ആക്കി എന്തോയിനാ? തോട്ടത്തിൽ വേല ചെയ്യാൻ വേണ്ടി. 2-ാമത്തെ കാര്യം അതിനെ കാക്കാൻ. 2 കാര്യത്തിന് ആദാമിനെ ദൈവം അവിടെ ആക്കിയത് ആണോ? ആദാം 3-ാമത് വേറൊരു കാര്യം, പറയാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, ഒളിച്ചിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഏദൻ തോട്ടത്തിൽ ദൈവം കൂട്ടിക്കൊണ്ടുപോയത് ദൈവത്തിൻ്റെതായ ഉദ്ദേശത്തിനാ. അതിനകത്ത് 1-ാമത്തെ കാര്യം അവിടെ വേല ചെയ്യണം. വേലത്തരമല്ല. വേലത്തരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ആർക്കെങ്കിലും? ഇല്ല. വേല ചെയ്യുവാൻ വേണ്ടി. നമ്മൾ ഉൾപ്പെടെ ഉള്ള പലരുടെ കയ്യിൽ പല വേലത്തരമുണ്ട്. അതിനകത്ത് വലിയ വേലത്തരമുള്ള ഒരാളായിരുന്നു ഞാൻ. ദൈവം എന്നെ പിടിച്ചിവിടെ വരെ ആക്കി. സ്തോത്രം. എൻ്റെ കൂട്ട് വേലത്തരമുള്ള ആരേലും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. വേലയുണ്ട്, വേലത്തരമുണ്ട്. വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കിയേ. ആദാമേ, നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒളിച്ചിരിക്കുവാണെന്ന് ആദാം പറയുന്നത്. ഒളിച്ചിരിക്കാനാണോ ആദാമേ നിന്നെ എവിടെ ആക്കിയത്? നിന്നെ ഇവിടെ വേല ചെയ്യുവാനല്ലേ ആക്കിയത്? ഒരിടത്ത് കുത്തി ഒളിച്ചിരിക്കാനാണോ നിന്നെ ആക്കിയത്? വിശ്രമിക്കാനാണോ നിന്നെ ആക്കിയത്? ഈ തോട്ടത്തിനെ കാക്കുവാനല്ലേ നിന്നെ ഇവിടെ ആക്കിയത്? സ്തോത്രം. വേല ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, തോട്ടത്തിനെ കാത്തില്ലെന്ന് മാത്രമല്ല, തോട്ടത്തിലുള്ള വൃക്ഷത്തിന്റെ ഫലമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ നന്മ നിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന ആളിന് മരിക്കും. വിലക്കപ്പെട്ടത് എങ്ങനെ തിന്നാമെന്ന് ആലോചിക്കുക. തിന്നാൻ പറഞ്ഞ തിന്നുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം തിന്നരുതെന്ന് പറഞ്ഞ തിന്നണം, അതാ താല്പര്യം. സ്തോത്രം. പിന്നെ ഈ പഴമൊക്കെ ആർക്ക് വേണം? ഈ തോട്ടം തന്നെ എങ്ങനെ അടിച്ചു മാറ്റാമെന്നുള്ള ആലോചന. തോട്ടം തന്നെ എങ്ങനെ അടിച്ചു മാറ്റാമെന്നുള്ള ആലോചന. സ്തോത്രം. അപ്പം ദൈവം ആദാമിനോടൊരു ചോദ്യം ചോദിച്ചതിന് ആദാം ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞാണ്, കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടെന്ന് കാണേണ്ടത് ഇട്ടിവെക്കും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തില് ഒന്ന് വായിച്ചാട്ടെ. നമ്മളൊക്കെ പറയുന്ന പോലൊരു ഉത്തരം.
എവിടാടാ അതെന്ന് ചോദിക്കുമ്പോൾ എനിക്കങ്ങും അറിയത്തില്ല എന്ന് പറയും. നമ്മളൊക്കെ പറയാറുള്ളല്ലേ. നിന്റെ അനുജൻ എവിടെന്ന് ചോദിച്ചപ്പം ജ്യേഷ്ഠൻ പറയുക ഞാൻ അവൻ്റെ കാവൽക്കാരനാണോന്ന്. സ്വന്തം സഹോദരനെ എവിടാണെന്ന് ദൈവം ചോദിക്കും. അവനെ കൊന്നു കൊല വിളിച്ചേച്ചെന്ന് പറയുകയാണ്. പച്ചക്കള്ളം പറയുക, എനിക്കറിയത്തില്ല ഞാൻ കാവൽക്കാരനാണോന്ന്. സ്തോത്രം, ഹല്ലേലൂയ. നീ നിന്റെ സഹോദരന്റെ കാവൽക്കാരനല്ലെങ്കിൽ പിന്നെ അയലോക്കക്കാരനാണോ നിന്റെ സഹോദരന്റെ കാവൽക്കാരൻ? നീ നിന്റെ കൂടപ്പിറപ്പിന്റെ കാവൽക്കാരൻ അല്ലെങ്കിൽ അയൽവക്കക്കാരനാകുമോ അവന്റെ കാവൽക്കാരൻ? സ്തോത്രം. നിന്റെ അനുജന്റെ രക്തം എന്നോട് നിലവിളിച്ചുകൊണ്ടിരിക്കുക. നീ അങ്ങനെ അറിയത്തില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരിടമല്ല ഇത്. സ്തോത്രം, ഹല്ലേലൂയ. ദമനരഘടന. അങ്ങനെ ദൈവം പല കാര്യങ്ങൾ മനുഷ്യനോട് കഴിഞ്ഞതായ കാലങ്ങളിൽ ചോദിച്ചപ്പോൾ അതിന് പലതരത്തിലുള്ളതായിരിക്കുന്ന ഉത്തരമാണ് ദൈവത്തിന് കിട്ടിയത്. അതുപോലൊരു ഉദാഹരണമാണ് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 21-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനേ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രാതൽ കഴിഞ്ഞതിന് ശേഷം രാത്രി മുഴുവൻ പഴയ രീതിയിൽ തന്നെ പത്രോസ് വീണ്ടും കർത്താവിനെ വിട്ടിട്ട്, കർത്താവ് മരിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മത്സ്യം പിടിക്കുവാൻ വേണ്ടി കടന്നുപോയി. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല. കർത്താവ് ആ തടാകത്തിൻ്റെ കരയിൽ അവരെ കാത്തു നിൽക്കുകയായിരുന്നു. അന്ന് പ്രഭാതത്തിൽ കർത്താവിനെ കണ്ടു. അവർ കരയ്ക്ക് വന്നപ്പോൾ ഹല്ലേലൂയ, തീക്കനലിന് മേൽ അപ്പവും മീനും വെച്ചിരിക്കുന്നവർ കണ്ടു. വന്ന് പ്രാതൽ കഴിച്ചു, ആഹാരം കഴിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ദൈവരാജ്യം ഇതുപോലുള്ള ഒരു സദ്യയുമായി ഉപമിച്ച് ദൈവം മനുഷ്യന് കൊടുക്കുന്ന സദ്യ, അല്ലെങ്കിൽ മനുഷ്യനുമായി സദ്യ കഴിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കപ്പെടുന്ന തലങ്ങളൊക്കെ നമുക്ക് വിവിധ ഇടങ്ങളിൽ കാണാൻ പറ്റും. ഇതാ, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കടന്നു വന്ന് ഞാൻ അവനോടുകൂടി അവനോടുകൂടി അത്താഴം കഴിക്കും. അങ്ങനെ ഒരു സദ്യമായി ഉപയോഗിച്ച് പലയിടത്തും കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ വളരെ ക്ഷീണിതനായി കർത്താവിനെ അവഗണിച്ച് കടന്നുപോയ ആ ശിഷ്യന്മാർക്ക് വേണ്ടി കരുതിക്കൊണ്ട്, അവർ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചില്ലെങ്കിലും കർത്താവ് അവർക്ക് വേണ്ടി കരുതിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാതലൊരുക്കി വന്ന് ഭക്ഷിച്ചു. കടലിൽ ഒരു ചോദ്യവുമില്ല. എന്തെങ്കിലും ചോദിക്കുന്നു? ഒന്നില്ല. വന്ന് പ്രാതൽ ഭക്ഷിച്ചോളാനാ പറയുന്നത്. കൈ പോലും കഴുകണ്ടേ. ഇവർ കടലിൽ നിന്ന് തന്നെ വരുന്നത്. കൈ കഴുകിയിട്ടായിരിക്കുമല്ലോ, രാത്രി മുഴുവൻ വെള്ളത്തിലായിരുന്നു, കൈയൊക്കെ കഴുകിയിരിക്കും. വന്ന് പ്രാതൽ ഭക്ഷിച്ചു. അവർ വളരെ പ്രാതൽ ഭക്ഷിച്ചോളാൻ പറഞ്ഞപ്പോഴേ അവർ അങ്ങ് ഭക്ഷിച്ചു തുടങ്ങി. വയറ് നിറഞ്ഞതിന് ശേഷമാണ് ചോദിക്കുന്നത്. വയറ് നിറഞ്ഞതിന് ശേഷമാണ് കർത്താവ് അടുക്കലേക്ക് വന്ന് ചോദിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്? പ്രിയമുള്ളവരെ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞതാണ്. ആ പത്രോസിനോട് പറയുകയാണ് വീണ്ടും യോഹന്നാന്റെ മകനായ, ഹല്ലേലൂയ, യോഹന്നാന്റെ മകനായ എന്ന് പറഞ്ഞു. വേറെ ഒരു മാനെയൊന്നും കർത്താവ് വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കുക. വേറെ വല്ലൊരു ആയിരുന്നില്ലേ, വേറെ വല്ല മോനെ എന്നൊക്കെ വിളിച്ചേരും. നമ്മൾ മലയാളികളൊക്കെ ആയിരുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സ്വന്തം യോഹന്നാന്റെ മോനായ, ഹല്ലേലൂയ, യോഹന്നാന്റെ മകനായി ശീമോനെ എന്നാണ് വിളിക്കുന്നത്. വീണ്ടും അവൻ പഴയ അപ്പൻ്റെ ആ നിലവാരത്തിലേക്ക് കടന്നുപോയിരിക്കുന്നു. സ്തോത്രം. യേശു അവനെ പത്രോസാക്കി, യേശു അവനെ തിരഞ്ഞെടുത്തു. അവൻ അതിൽ നിന്ന് വീണ്ടും ആ അപ്പൻ്റെ ഗുണം കാണിച്ച നിലവാരത്തിലേക്ക് കടന്നുപോയപ്പോഴാണ് കർത്താവ് പറയുന്നത്, യോഹന്നാന്റെ മകനായി ശീമോനെ, ഹല്ലേലൂയ, ഞാൻ നിന്നെ ആക്കിയിരിക്കുന്ന തലത്തിലേക്ക് നീ വീണ്ടും താഴേക്ക് കടന്നുപോയിരിക്കുന്നു. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ നിന്നോടുകൂടെ മരിക്കാനും ഒക്കെ തയ്യാറാണെന്നും മറ്റ് പല കാര്യങ്ങൾ കർത്താവിനോട് പറയുന്നുണ്ട്. എന്നാൽ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഉപകർത്താവെ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്.
കർത്താവ് ചോദിക്കുന്ന ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് വീണ്ടും രണ്ടാമത്തെ ആവർത്തിച്ച് ചോദിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിൽ ഈ പ്രിയമെന്ന് പറയുന്ന സാധനമെങ്കിലും നിന്റെ ഉള്ളിലുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴൊക്കെയും എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക, കർത്താവ് ആ ദൗത്യം അവനെ ഏൽപ്പിക്കുക. പ്രിയമുള്ളവരെ, എൻ്റെ വിഷയം എന്ന് പറയുന്നത് കർത്താവ് ചോദിച്ചതായിരിക്കുന്ന ആ ചോദ്യം, യോഹന്നാൻ്റെ മകനായ കർത്താവ് ചോദിച്ചതായിരിക്കുന്ന ആ ചോദ്യം, യോഹന്നാൻ്റെ മകനായ ശിമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, കർത്താവേ എനിക്കിതിനോട് പ്രിയമുണ്ടെന്ന് പത്രോസ് പറയുന്ന ഒരു മറുപടി, കർത്താവ് ചോദിക്കുന്ന നിലവാരത്തിലല്ലാതെ ഉത്തരം കൊടുത്ത പലരും ഉള്ളതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തു ഉത്തരം പറയേണ്ടുവെന്ന് കാണേണ്ടെന്ന് ദൃഷ്ടിവെക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഏദന്റെ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കിയത് അവിടെ വേല ചെയ്യാനും അതിനെ കാക്കുവാൻ വേണ്ടിയുമാണ്. അവിടെ ദൈവം ആഗ്രഹിച്ച തലത്തിലുള്ള ഒരു വേല ചെയ്യുവാനോ, ആ തോട്ടത്തെ ശത്രു കടന്നു വന്ന് പരീക്ഷിച്ച് പരാജയപ്പെടുത്തി ആ തോട്ടത്തെ വേണ്ട നിലവാരത്തിൽ കാക്കുവാനോ ഈ ആദാമിന്, നമ്മുടെ അപ്പൂപ്പനായ ആദാമിന് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, തോട്ടം എന്ന വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ സങ്കീർത്തനം 128 അതിൻ്റെ 3-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കണം. സ്തോത്രം. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. പ്രിയമുള്ളവരെ, കുടുംബം ഒരു തോട്ടമാണ്. അവിടെ ഭാര്യ മുന്തിരിവള്ളിയാണ്, മക്കൾ ഒലിവ് തൈകൾ പോലെയാണ്. ആ മക്കളെ ബാലശിക്ഷയിൽ വളർത്തുവാനും കുടുംബത്തെ പോറ്റി പുലർത്തുവാനും ഒരുവൻ തയ്യാറാകുമ്പോഴാണ് ആ കുടുംബത്തിൽ ഒരു തോട്ടത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. അവിടെ ഭർത്താവിനെ അവിടെ ആക്കിയിരിക്കുന്നത് ആ കുടുംബത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാൻ വേണ്ടിയുമാണ്. ഏദൻ തോട്ടത്തിൽ തോട്ടത്തിനെ കാക്കുവാൻ വേണ്ടി ദൈവം ആദാമിനെ ആക്കുമ്പോൾ തോട്ടത്തിനെ കാക്കുന്ന പോലെ വേറൊരു തോട്ടമായിരുന്നു ഹവ്വ എന്ന് പറയുന്ന ഈ ആദാമിൻ്റെ ഭാര്യ. തോട്ടം കാക്കുന്നതിൻ്റെ അർത്ഥം ഭാര്യയെ കാക്കണ്ട എന്നായിരുന്നില്ല. നമ്മൾ പല ജോലികളൊക്കെ ചെയ്യുന്നതാണ്. നമുക്ക് ഓഫീസിൽ പോകണം, നമ്മൾ നമ്മളുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ പോകും. അപ്പോഴും നമുക്കൊരു തോട്ടം തന്നിട്ടുണ്ട്, അത് നമ്മുടെ കുടുംബമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ കുടുംബത്തിൽ എന്നെയും നിന്നെയും ദൈവമാണ് ആക്കിയിരിക്കുന്നത്. ഒരു ഭാര്യയെ ഭാര്യയായിരിക്കുന്നുവെങ്കിൽ അവിടെ ആ ഭർത്താവിനോടൊപ്പം ദൈവമാണ് ആക്കിയിരിക്കുന്നത്. മനുഷ്യന്റെ ആഗ്രഹത്തിന് കണ്ടുമുട്ടി കൂടിച്ചേർന്നതല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവമാക്കിയിരിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഒരു ദൗത്യമാണ് ഭാര്യ. അതുപോലെ തന്നെ ഭർത്താവിനെ ദൈവമാണ് ആക്കിയിരിക്കുന്നത്. ഓ സ്തോത്രം, ഹല്ലേലൂയ. മക്കള് ദൈവം തന്ന ദാനമാണ്. ആ കുഞ്ഞുങ്ങളെ ബാലശിക്ഷയിൽ വളർത്തുവാൻ, ദൈവത്തിൻ്റെ പത്യോപദേശത്തിൽ വളർത്തുവാൻ, അവരെ നല്ല കുഞ്ഞുങ്ങളാക്കി സമൂഹത്തിന്, കർത്താവിൻ്റെ സഭയ്ക്ക്, സ്വർഗരാജ്യത്തിന് കൊള്ളാവുന്നവരായി വളർത്തിയെടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഹല്ലേലൂയ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു കുടുംബത്തിൽ നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. പല വിവാഹ ചടങ്ങുകളിലൊക്കെ പ്രസംഗിക്കുന്ന പോലെ പല കുടുംബങ്ങളിലും ഭാര്യ ഇഞ്ചപ്പടർപ്പ് പോലെയും മക്കൾ ചെറുതനത്തിൻ തൈകൾ പോലെയും വളർന്നു വരുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ മറ്റാരെക്കുറിച്ചുമല്ല പറയുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലവും അതുപോലെ ആകിത്തീരാനുള്ള രീതിയിലേക്ക് ശത്രു കൊണ്ടുപോയതായ സമയങ്ങൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതായ ദിനങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമ്മൾ ആ കുടുംബത്തിൽ അധ്വാനിക്കണം. ഹല്ലേലൂയ. വളമിടേണ്ടിയിടത്ത് വളമിട്ട്, വെട്ടിവിടേണ്ടതായ ശാഖകൾ വെട്ടിവിട്ട്, ഹല്ലേലൂയ, വെള്ളമൊഴിക്കേണ്ടതായ സമയത്ത് വെള്ളം നനച്ച് ആയിരിക്കുമ്പോഴാണ് നാഥൻ വരുമ്പോൾ അതിൽ തക്കകാലത്ത് ഫലമുണ്ടാകുന്നത്. ഹല്ലേലൂയ.
അവൻ കടന്നു വരുമ്പോൾ ഞാനും നീയുമായിരിക്കുന്ന മുന്തിരിവള്ളിയിൽ, ഞാനും നീയുമായിരിക്കുന്ന വൃക്ഷത്തിൽ, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിൽ അതിൽ പച്ച ഇലകൾ ഉണ്ടായിരിക്കണമെങ്കിൽ, അതിൽ തക്കാലത്ത് കരിക്ക് പായിക്കുന്ന ഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഞാനും നീയും ആ കുടുംബത്തിൽ അധ്വാനിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ദൈവസന്നിധിയിലായിരിക്കണം. ആദാമിനെ ദൈവം ഏദൻ തോട്ടത്തിൽ അവിടെ ആക്കി വെച്ചതാണ്. ആ സ്ഥലത്ത് നമ്മൾ ആയിരിക്കുമ്പോഴാണ് നമ്മൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ വസിക്കുന്നത്. നമ്മൾ സർവശക്തന്റെ നിഴലിൻ കീഴിലായിരിക്കുന്നത് ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തായിരിക്കുമ്പോഴാണ്. ഭാര്യയെ വിട്ടിട്ട് ഭർത്താവ് മറ്റു ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ, ഭർത്താവിനെ വിട്ട് ഭാര്യ മറ്റ് ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ ആ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് വിച്ഛേദിക്കപ്പെടുന്നത്. അവിടെയാണ് തലമുറകൾ നമ്മുടെ തകർന്നു പോകുന്നത്. തലമുറകളെ ഹല്ലേലൂയ മാതൃകയാക്കി ജീവിതം നയിക്കാതെ തലമുറ നന്നായി ജീവിക്കണമെന്ന് വെച്ചാൽ അത് സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. ചുടബലരഘടന, ഹതുരമനരിഘടന, ശന്ധലാലബലഘടന. ഹല്ലേലൂയ. അപ്പം കുടുംബം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു തോട്ടമാണ്. ഏദന്റെ തോട്ടത്തിൽ ആദാമിനെ അവിടെ ആക്കിയിരിക്കുന്നത് പോലെ തന്നെ ദൈവം എന്നെയും നിന്നെയും ആ തോട്ടത്തിന്റെ പശ്ചാത്തലത്തിലാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരു വിഷയമാണ് 1 കൊരിന്ത്യർക്ക് എഴുതിയതായിരിക്കുന്ന ലേഖനം, അതിൻ്റെ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. 7-ാമത്തെ വാക്യം കൂടെ വായിച്ചോട്ടെ. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. പ്രിയമുള്ളവരെ, കുടുംബം ഒരു തോട്ടം, സഭ മറ്റൊരു തോട്ടം. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കുന്നത്. പിന്നെ പൗലോസ് ആവർത്തിക്കുകയാണ്, ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. പ്രിയമുള്ളവരെ, സഭയാകുന്ന തോട്ടത്തിൽ എന്നെയും നിന്നെയും കുടുംബത്തിലാക്കിയിരിക്കുന്നത് പോലെ ദൈവം ഇവിടെ നട്ടിരിക്കുകയാ. ഹല്ലേലൂയ. ദൈവമാണ് ഈ സഭയിൽ എന്നെ നീനെ ആക്കിയിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കയറിക്കൂടിയതല്ല ഇവിടെ. നമ്മളെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവമാണ് ഈ സഭയിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല എന്ന് പൗലോസ് പറയുന്നതിന് എന്താണ് അർത്ഥമുള്ളത്? വളരുമാറാക്കുന്ന ദൈവത്തിന്റെ ആ സഭ, അനീഷ്കാവാരം ഭാഷയൊക്കെ പ്രസംഗിക്കുന്നത് പോലെ കുഞ്ഞുമോനിച്ചായൻ്റെയും കുഞ്ഞുമോനമ്മാമ്മയുടെയും ഒന്നും അല്ല സഭ. ഇന്ന് പലയിടത്തും അങ്ങനെയാ. കുഞ്ഞുമോനിച്ചായൻ്റെ സഭ, അനീഷ് ഭാഷയൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടില്ലേ? കുഞ്ഞുമോളമ്മാമ്മയുടെ സഭ, ഇന്നാരുടെ സഭ, അവരുടെ അല്ല സഭ. സഭ ദൈവത്തിൻ്റെ ആണെന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ എവിടെ ആയിരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ഹല്ലേലൂയ ദൈവം നമ്മളെ ഏൽപ്പിച്ച ജോലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സഭ ആരുടെയും സ്വന്തം, മനുഷ്യരുടെ സ്വന്തമല്ല, എൻ്റെ നിന്റെ സ്വന്തമല്ല, ദൈവത്തിൻ്റെയാണ് സഭ. ഹല്ലേലൂയ. ഒരാൾ നടുന്നു, വേറൊരാൾ നനയ്ക്കുന്നു. നീ നനച്ച ശരിയായില്ല, ഇങ്ങനാണോ നനയ്ക്കുന്നതെന്ന് പറയാൻ നടുന്നവൻ അവകാശമില്ല. നനയ്ക്കേണ്ട ആളിനെ ദൈവമാണ് നനയ്ക്കാൻ ഏൽപ്പിച്ചത്. ഈ നട്ടത് ശരിയായില്ല, ഞാൻ ഇവിടെ നിന്ന് പിഴുത് വേറൊരിടത്ത് കൊണ്ട് വെക്കാൻ പോവാ, അവിടെ അത് ശരിയാകത്തില്ല എന്ന് തീരുമാനിക്കാൻ നട്ടത് നീയാണെങ്കിലും നിന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്താൽ മതി, ഏൽപ്പിക്കാത്തത് ചെയ്യരുത്. ഹല്ലേലൂയ. നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമാ. നിന്നെ ആക്കിയിരിക്കുന്ന ഇവിടെ വേല ചെയ്യുവാനാ. പലരും ഒളിച്ചിരിക്കുകയാ. ആദാം ഒളിച്ചിരിക്കുന്ന പോലെ പലരും ഒളിച്ചിരിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. പലർക്കും ഒളിച്ചിരിക്കാനാണ് ഇഷ്ടം. പലരും കാണത്തില്ലേ, അവര് വേല ചെയ്യുവാന്നൊക്കെ പറയും. അവരിങ്ങനെ പെരയ്ക്കകത്തിരുന്ന് കാറ്റുമൊക്കെ കൊണ്ട് ബീഫൊക്കെ മേടിച്ച് ഫ്രൈ ചെയ്ത് കഴിച്ച്
ഇങ്ങനെ ഇരിക്കും, കുറച്ച് വരുമ്പം ഹാർട്ട് അറ്റാക്ക് ഒക്കെ ആയി അവരങ്ങ് പോകും. സ്തോത്രം. എന്നെ നിങ്ങളെ ഒളിച്ചിരിക്കുവാനല്ല ദൈവമാക്കിയത്, വേല ചെയ്യുവാൻ വേണ്ടിയാണ് ആക്കിയത്. ഹല്ലേലൂയ. നാഥൻ വരുവോളം നാഥന്റെ ഇഷ്ടം ചെയ്യുവാൻ, നാഥന്റെ വേല ചെയ്യുവാൻ ഈ വയൽ പ്രദേശത്ത് തന്നെ നിന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, സഭയാകുന്ന തോട്ടം എൻ്റെ കർത്താവിൻ്റെ തോട്ടമാണ്. ഹല്ലേലൂയ. കുടുംബമാകുന്ന തോട്ടം എൻ്റെ കർത്താവിൻ്റെ തോട്ടമാണ്. കുടുംബത്തിൽ നിന്നെ ആക്കിയിരിക്കുന്നത്, സഭയിൽ നിന്നെ ആക്കിയിരിക്കുന്നത് ഉടവലരഘടന, അടുരവാനഘടന, ശന്തല, ഇവിടെ വേല ചെയ്യുവാൻ വേണ്ടി, ഈ തോട്ടത്തെ കാക്കുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, പ്രവാചകൻ പറയുകയാണ്, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്ത് അരുളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടുവെന്ന് കാണേണ്ടതിന് ദൃഷ്ടിവെക്കും. അവൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിനെ ഇങ്ങനെ തിരുത്തിയാണ്. അവൻ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ, അവൻ എന്നോട് ചോദ്യം ചോദിക്കുമ്പോഴാണല്ലോ ഉത്തരം പറയുന്നത്. ഉത്തരം പറയണേ ചോദ്യം വേണം, അല്ലേ? ഒരാൾ ചോദിക്കാൻ വേണം. പ്രിയമുള്ളവർ, ഈ ചോദ്യം എവിടെയാണ് തുടങ്ങിയത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ വചനത്തിൽ നോക്കുമ്പോൾ ആദ്യം ഒരു ചോദ്യം കാണുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് മറുപടി പറഞ്ഞ്, എവിടെയാണ് ആദ്യത്തെ ചോദ്യം നമ്മൾ വായിക്കുന്നത്? അറിയാമോ? ആരാ പറഞ്ഞേ? ഉറക്കെ പറയണം. നമുക്ക് അത് ഒന്ന് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഉറക്കെ വായിച്ചാട്ടെ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മതി. യഹോവയാകുന്ന ദൈവം ഉണ്ടാക്കിയ ഈ പാമ്പ് കൗശലമേറിയതായിരുന്നു. ഇന്നിലെഴുതിയേക്കുന്ന സർപ്പ് ബിട ദുർത്താന, അത് സ്ത്രീയോട് ഒരൊറ്റ ചോദ്യമായിരുന്നു. ഒരൊറ്റ ചോദ്യം. ഞാൻ ചെള്ളത്തിൽ എന്ന് ചോദിച്ചു, ഒരൊറ്റ ചോദ്യം മതി നിന്റെ ജീവിതം മാറി മറിയാന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ആരാന്ന്? ആണെങ്കിൽ പറയണം. ഉണ്ടത് സുരേഷ് ഗോപിയാന്ന് പറഞ്ഞു. ഒരൊറ്റ ചോദ്യം മതി നിന്റെ ജീവിതം മാറി മറിയാന്ന് പറഞ്ഞത് സുരേഷ് ഗോപിയാന്ന്. ഏത് സഹോദരിയാ പറഞ്ഞത്? അല്ല, കുഴപ്പമില്ല, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കല്ലേ. സുരേഷ് ഗോപിയാ പറഞ്ഞതെന്ന് പറഞ്ഞു. സുരേഷ് ഗോപി പറയുന്നതിന് മുമ്പ് ഒരാൾ ചോദിച്ചു, അത് ഏതെൻ്റെ തോട്ടത്തിൽ നമ്മുടെ വല്യമ്മച്ചിയായ ഹൗവായോടാണ് എന്ന് ചോദിക്കുന്നത്. ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറയാൻ ഈ ഒരൊറ്റ ചോദ്യം മതി, നിന്റെ ജീവിതം മാറി മറിയും, നീ ദൈവത്തെ പോലെ ആകും. അത് സ്ത്രീയോട് ചോദിക്കുകയാണ്, കാട്ടിലുള്ള വൃക്ഷങ്ങളുടെ, തോട്ടത്തിലുള്ള വൃക്ഷങ്ങളുടെ ഫലമൊക്കെ എന്താണ് വായിക്കുന്നത്? ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന്. ദൈവം കൽപ്പിച്ചത് വാസ്തവമാണ്. ഞാൻ ഹിന്ദിയിലാണ് കൂടുതൽ വായിക്കുന്നത്, മലയാളം കൂടുതൽ ഉപയോഗിക്കാറില്ല. വാസ്തവമാണോ ഇതെല്ലാം? ഈ പ്രാർത്ഥനയും ഈ ധ്യാനവും ഈ ഉപവാസവും ഇതെല്ലാം ചെയ്യുന്ന ദൈവം എന്ന് പറയുന്ന വിഷയമൊക്കെ വാസ്തവമാണോ എന്ന്? പ്രിയമുള്ളവരെ, പലരും ഈ വലിയ തിയോളജിയൊക്കെ പഠിച്ചാണ് നിരീശ്വരവാദിയിലേക്ക് പോകുന്നത്. ബൈബിൾ വായിച്ച് നിരീശ്വരവാദികളാകുന്നു. ബൈബിൾ വായിച്ച് ഖുർആനാണ് ശരിയെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നു പലരും. അങ്ങനെയുള്ള പലരെയും ഞാൻ കണ്ടുമുട്ടി, പലരുമായിട്ട് സംസാരിച്ചു. ഇതെല്ലാം വാസ്തവമാണോ? നമ്മുടെയൊക്കെ മനസ്സിലും ചിന്തയിൽ കൂടെ പിശാച് കൊണ്ടുവരുന്ന ചിന്തകളാകാം. പിശാച് ചോദിക്കുകയാണ്, പാമ്പ് ചോദിക്കുകയാണ്, വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ സ്ത്രീ പറഞ്ഞു പാമ്പിനോട്, തോട്ടത്തിലുള്ള വൃക്ഷങ്ങളുടെ ഫലങ്ങളൊക്കെ ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കുന്ന തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഒരു ചോദ്യം ഈ സ്ത്രീയോട്, ഹവ്വായോട് ആ ഏദന്റെ തോട്ടത്തിൽ അന്ന് ചോദിച്ചു. പ്രിയമുള്ളവരെ, ചോദ്യചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചോദ്യചിഹ്നം ഇംഗ്ലീഷിലും ഹിന്ദിയിലും തെലുങ്കിലും മലയാളത്തിലും കന്നഡയിലും എല്ലാം ചോദ്യചിഹ്നം എങ്ങനെയാ? ഇങ്ങനൊരു രീതി, ഒരു തലയും ഒരു വാലും ഉടലും. ഈ ഒരു ചിന്ത നിങ്ങളോട് എല്ലാം ദൈവദാസന്മാരിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നോ? അത് ഒരു പാമ്പിൻ്റെ ആകൃതിയിൽ. ഹല്ലേലൂയ. അന്ന് ഏദന്റെ തോട്ടത്തിൽ തുടങ്ങിയതായ ചോദ്യം.
ഹാലലിയ, ആദാമ്യ വംശത്തിന് ഉത്തരം കിട്ടാത്ത നിരവധി അനവധി ചോദ്യങ്ങൾ മനുഷ്യനെ ഹാലലുയ കയറെടുത്ത് ജീവൻ അവസാനിപ്പിക്കുവാനും വിഷക്കുപ്പിയിൽ ജീവിതം തകർത്ത് കളയുവാനുമായി മനുഷ്യനോട് പല ചോദ്യങ്ങളിൽ ഇടപെട്ട് ജീവിതം തകർത്ത് കളയുന്ന ചില ഇരുട്ടിൻ്റെ ശക്തികൾ, ചില ചോദ്യങ്ങളുടെ പിന്നിലുണ്ടെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക. നിന്റെ തലമുറയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, നീ ബലഹീനനായി നിൽക്കുമ്പോൾ നിന്നോട് ചില ചോദ്യങ്ങളുമായി ഇടപെടുന്നത് ഇരുട്ടിൻ്റെ ശക്തികളാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഇരുട്ട് വ്യാപിച്ചു പോയവർ, ഹല്ലേലൂയ, ആ ചോദ്യം അറിവില്ലാത്ത യോബ് പറയുന്ന പോലെ അറിവില്ലാത്ത തലങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജീവിതത്തിൽ തലമുറകളിൽ ഇരുട്ട് വ്യാപിച്ചു പോയവർ, ഹല്ലേലൂയ, മനുഷ്യ ജീവിതത്തെ ചുറ്റി വരിയുന്ന, ശ്വാസം മുട്ടിപ്പിക്കുന്ന, എന്ത് പറയണമെന്നറിയാൻ വയ്യാതെ ഒരൊറ്റ നിർപ്പിൽ നിർത്തിക്കുന്ന നിരവധി പൈശാചിക തലങ്ങൾ പല ചോദ്യങ്ങളുടെയും പിറകിലുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. പാമ്പ് സ്ത്രീയോട് ചോദിക്കുകയാണ്, ദൈവം വാസ്തവമായിട്ട് തോട്ടത്തിലുള്ള യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ ഇഷ്ടം പോലെ തിന്നാം. പ്രിയമുള്ളവരെ, ഈ അറിവില്ലാത്ത ഒരാൾ പരിചയമില്ലാത്ത ഒരാൾ കടന്നു വരുമ്പം, ഒരു കാര്യം ചോദിക്കുമ്പം വിസ്തരിച്ച് അവരോട് അത് കാര്യം പറയേണ്ട ആവശ്യം ഈ വല്യമ്മച്ചിക്കില്ലായിരുന്നു. ഏത് വൃക്ഷത്തിൻ്റെ ഫലമാണ് തിന്നരുത്, ഏത് വൃക്ഷത്തിൻ്റെ ഫലമല്ല തിന്നരുത്, നീ തിന്നണോ വേണ്ട എന്നൊക്കെ ചോദിക്കാൻ നീ ആരാടാ എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചാൽ പോരായിരുന്നു തിരിച്ച്. പക്ഷെ ചോദ്യം ചോദിക്കുന്ന ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം ഉത്തരം കൊടുക്കാൻ. നിന്നോട് ഇടപെടുന്ന ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം നീ മറുപടി കൊടുക്കാൻ. എല്ലാവരും നിന്നോട് സംസാരിച്ച് ഇടപെട്ട് തുടങ്ങുമ്പോൾ അവിടെ നിൽക്കാതെ, ഹല്ലേലൂയ, ആ സ്ഥലം വിടുവാൻ, ആ സ്ഥലം മുന്നോട്ട് വിട്ടു പോകുവാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കട്ടെ. ആരാണ് നിന്നോട് ചോദിക്കുന്നത്, ആ ചോദ്യത്തിൻ്റെ പിന്നിൽ എന്താണ് ഉദ്ദേശമെന്ന് മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പരിജ്ഞാനവും എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. പലരും പല ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും. ഒരൊറ്റ സംസാരത്തിലാണ് തുടങ്ങുന്നത്. ഹല്ലേലൂയ. ജീവിതം അവസാനിപ്പിക്കുന്ന കഷായം ഗ്രീഷ്മയെ പോലെയൊക്കെ ഉള്ളവര് കഷായം കലക്കി കൊടുത്ത് ജീവിതം അവസാനിപ്പിക്കുന്ന തലത്തിലേക്കാണ് ഇന്നത്തെ തലമുറ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ചോദ്യത്തിലായിരിക്കും ചോദിക്കുന്നത്. എവിടാ താമസിക്കുന്നതായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. പേരെന്താണെന്നായിരിക്കും ചോദിച്ചു തുടങ്ങുന്നത്. എൻ്റെ പേരന്വേഷിച്ചിട്ട് നിനക്കെന്നാ കാര്യം? നീ ആരാണെന്നൊന്ന് ചോദിച്ചാൽ ആ വല അങ്ങ് വിട്ടുപോകും. എന്നാൽ പേരും പറഞ്ഞ് മേൽവിലാസവും കൊടുത്ത് ഫോൺ നമ്പറും ഒക്കെ കൊടുത്ത് അതിനോടൊപ്പം അങ്ങ് കൂടും. അവസാനം ജീവിതം കട്ടപ്പുകയായി തീരും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഇരുട്ടിൻ്റെ തലങ്ങളെ കണ്ട് മനസ്സിലാക്കുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്നെ നിന്നെ സമീപിക്കുന്ന ജീവിതം ഏതാണ്, എന്നെ നിന്നെ സമീപിക്കുന്നതായ പൈശാചിക തലങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ആയിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. അതിനകത്ത് നമുക്ക് ഇതുപോലെയുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 11 മുതലുള്ളതായിരിക്കുന്ന വാക്യം വായിച്ചാട്ടെ. ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞതെന്ത്? ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നതെന്ത്? മുഴങ്കാൽ എന്നെ ഏറ്റുകൊണ്ടത് എന്തിന്? എനിക്ക് കുടിപ്പാൻ മുലയുണ്ടായിരുന്നത് എന്തിന്? ഇയ്യോബിന്റെ ചില ചോദ്യങ്ങളാ. ഞാൻ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ മരിക്കാതിരുന്നത് എന്ത്? ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിച്ചും പറഞ്ഞും പോകുന്ന കാര്യങ്ങളാണ്. ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഈ ഭൂമിക്ക് ഞാനൊരു ഭാരമായിട്ടിരിക്കുന്നത് എന്തിനാ? ഞാൻ എൻ്റെ കുടുംബത്തിനൊരു ഭാരമായിരിക്കുന്നത് എന്തിനാ ഞാൻ ജീവിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇത് ഈ ലോക മനുഷ്യർ മാത്രം ചിന്തിക്കുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പെന്തിക്കോസ് സമൂഹത്തിലുള്ള പലരും ആത്മഹത്യ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ, ദൈവദാസന്മാരടക്കം പലരും ആത്മഹത്യ ചെയ്യുന്ന കാണുമ്പോഴാണ്,
ഹല്ലേലൂയ, ഇത് ലോകമനുഷ്യർ മാത്രം ചിന്തിക്കുന്ന കാര്യങ്ങളല്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പ്രിയമുള്ളവരെ, ചില വീടുകളുടെയൊക്കെ മുന്നേ കൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഹിന്ദി ഈ ജുഗ്ഗിയുടെയൊക്കെ എടുത്തുകൊണ്ട് അബേ തു അബി തക്യോ നെയ് മറ, ചില വീടിൻ്റെയൊക്കെ മദ്യപാനം ചെയ്ത് വന്ന് ഭർത്താവ് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഭാര്യ ചോദിക്കുന്നതാണ്, നീ എന്നാടാ ഇതുവരെ ചാകാഞ്ഞത്, നീ എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നെന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും. എന്നാൽ ഇയ്യോബ് തന്നോട് തന്നെ ചോദിക്കുക, ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ പുറപ്പെട്ടപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് മരിക്കാതിരുന്നതെന്ന്. ഹല്ലേലൂയ. ഇയ്യോബ് പറയുകയാണ്, ഒന്നുകൂടെ വായിച്ചാട്ട്, ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാതിരുന്നത് എന്ത്? ഒരു ചോദ്യമായില്ലേ, ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം, പലരുടെയും മനസ്സിലുള്ളതായ ചോദ്യം. സുഖവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഉള്ളപ്പോൾ ഈ ചോദ്യം വരില്ല. വളരെയധികം നരകത്തിന്റെ അനുഭവങ്ങൾ, വേദനയുടെ അനുഭവങ്ങൾ, മുന്നോട്ട് ഒരടി മുന്നോട്ട് വെക്കുവാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്നതായ അവസ്ഥയുള്ളപ്പോഴാണ് ചോദിക്കുന്നത്, ഞാൻ ഈ ലോകത്തിൽ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? കടഭാരം ഉണ്ടാകുമ്പോൾ, നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭാര്യയാൽ അവഗണിക്കപ്പെടുമ്പോൾ, കൂടപ്പിറകളാൽ തള്ളപ്പെടുമ്പോൾ ഒക്കെയും, എൻ്റെയും നിന്റെയും ഹല്ലേലൂയ ഭർത്താവിനാൽ നിന്ദിക്കപ്പെടുമ്പോഴൊക്കെ അല്ലേ എൻ്റെയും നിന്റെയും മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ഒരു ചോദ്യമാണ്, ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഞാൻ ഗർഭധാരത്തിൽ നിന്ന് ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അനേക കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്. മോശ ജനിച്ചപ്പോൾ അനേക കുഞ്ഞുങ്ങൾ ജനിക്കുന്നതോടൊപ്പം അതിനെ കൊന്നുകളയണമെന്ന് പറഞ്ഞതുപോലെ തന്നെ രാജസ്ഥാനിലൊക്കെ പല രാജപൂത്ത് കുടുംബങ്ങളിലും ചില പെൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിനെ ജനിക്കുന്നതോടൊപ്പം ഇന്നും കൊന്നുകളയാറുണ്ട്. പല അമ്മമാരും കഴുത്തിയരിച്ച് ചില കുഞ്ഞുങ്ങളെ കൊന്നുകളയാറുണ്ട്. എൻ്റെ അമ്മയ്ക്ക് അങ്ങനൊന്നും തോന്നിയില്ലല്ലോ, എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ, ഞാൻ എന്തിനാണ് ഈ ഭാരമേറിയ ജീവിതം ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നെങ്കിൽ ആ ചിന്തയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക തലമുണ്ട്. ആ ചിന്തയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പൈശാചികമായ ചിന്തകളാണ്. ഉടബലരഘടനകാക്ഷാന്തല, ഇങ്ങനെയുള്ള ചിന്തകൾ ഹല്ലേലൂയ ജീവിതത്തിലേക്ക്, ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ പൈശാചിക തലങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇയ്യോബ് അങ്ങനെ ഇരട്ടിലും വെണ്ണീരിലും ഇടുന്ന് ഹല്ലേലൂയ താൻ ഇരുന്നു കൊണ്ട്, ദൈവസന്നിധി ഇരുന്നു കൊണ്ട് തന്നെ പല ചിന്തകൾ തൻ്റെ ഉള്ളിലേക്ക് പൈശാചിക തലങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ഇയ്യോബ് പരീക്ഷിക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ളവരെ, അതിനുള്ള ഒരു മറുപടി എന്ന വണ്ണം നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ അതിൻ്റെ 38 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യം, അനന്തര യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട്